നമ്മുടെ കൊച്ചിയിൽ ഒരുപാട് വെറൈറ്റി പക്ഷികളും പാമ്പുകളും പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ജീവികളും ഒക്കെയുള്ള ഒരു സ്പോട്ടുണ്ട്. ഇന്ന് നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ്. ഈ ഒരു കൗതുക ലോകമാണ് PQ എക്സോട്ടിക് ബേർഡ് പാർക്ക്. ഇത് കേരളത്തിൽ തന്നെ ദ ഫസ്റ്റ് എക്സോട്ടിക് ബേർഡ് പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ചേരനല്ലൂരിൽ വരാപ്പുഴ പാലത്തിന് സമീപം ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജിനുള്ളിലാണ്. ഇങ്ങനെ ഇതാ കയറി ചെല്ലുമ്പോൾ തന്നെ കൈയൊക്കെ നമ്മളോട് കഴുകാൻ അവർ ആവശ്യപ്പെടും. അതിനുശേഷം നമ്മൾ കൈയൊക്കെ കഴുകിയതിന് ശേഷം പ്ലേറ്റ്സിലാക്കി നമുക്ക് ഫ്രൂട്ട്സ് തന്നുവിടും കേട്ടോ. അങ്ങനെ ആ പ്ലേറ്റും കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ പക്ഷികളെല്ലാം നമ്മുടെ ചുറ്റിനിങ്ങ് വരും. നമ്മുടെ തലയിലും മേത്തും ഒക്കെ ഇരുന്ന് ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ലോറി കിറ്റ്സ് ആണ് കേട്ടോ. അതായത് റെഡ് ലോറി കിറ്റ് ആൻഡ് റെയിൻബോ ലോറി കിറ്റ്, ഈ രണ്ട് കാറ്റഗറിയാണുള്ളത് കേട്ടോ ഈ ഒരു ഫസ്റ്റ് സെഷനിലുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ ഓസ്ട്രേലിയൻ കിളികളാണ്. ഭയങ്കര കളർഫുള്ളാണ് ഇവരെ കാണാനായിട്ട്. അതായത് നമ്മുടെ പാരറ്റ് ഫാമിലിയിൽ തന്നെ ദ മോസ്റ്റ് കളർഫുൾ മെമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ ഇവരെ പറയാം. അങ്ങനെ നമ്മൾ ലോറി കിഡ്സിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സെഷനിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ണിയൂറുകളാണ്. ഗ്രീൻ കൊണ്ണിയൂർ, പൈനാപ്പിൾ കൊണ്ണിയൂർ, സൺ കൊണ്ണിയൂർ, അതുപോലെ തന്നെ ലവ് ബേർഡ്സ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ധാന്യങ്ങളും വിത്തുകളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ അവർ മെയിനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡില്ലേ, അതൊക്കെയാണ് കേട്ടോ ഇവർ കഴിക്കുക. ഈ ഒരു കൊണ്ണിയൂറുകളെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇവർ ഫുൾ ടൈം ആക്റ്റീവായിട്ടുള്ള ബേർഡ്സാണ്. മാത്രമല്ല ഇവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ ഇവർ. നമ്മുടെ പാരറ്റ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള മെമ്പേഴ്സ് തന്നെയാണ് ഇവർ. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഈ കിളികളെ കൊണ്ട് സാധിക്കുന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ആംബിയൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ ഫീലാണ്. നമ്മൾ വേറൊരു ലോകത്ത് ചെന്നൊരു അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. കാരണം ഫുൾ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ടേ നല്ല രസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു ഹാഫ് ഡേ സുഖമായിട്ട് നമുക്ക് നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു ഭയങ്കര എന്താ പറയുക കൗതുകകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ചുറ്റിനുള്ളത്. അപ്പോൾ ഇതേ കുറച്ച് പേര് താഴെ കിടന്ന് കൊത്തുകൂടുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇഷ്ടം പോലെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഈ ഒരു PQ എക്സോട്ടിക് ബേർഡ് പാർക്ക് നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ബേർഡ് പാർക്കിൽ വന്നപ്പോൾ ഈ ബേർഡ്സിൻ്റെ സെക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേർഡ്സിനെ കൂട്ടിലടച്ച് അങ്ങനെയുള്ളൊരു രീതിയിലല്ല ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവർക്ക് സ്വൈര്യമായിട്ട് വിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പറന്ന് നടന്ന് അവരുടേതായിട്ടുള്ള ലോകത്ത് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ആംബിയൻസ് ഒക്കെ ഒരുക്കി പ്രോപ്പറായിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എന്താ പറയുക അത് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കൊണ്ണിയൂറുകളുടെയും ലവ് ബേർഡ്സിൻ്റെയും ഒക്കെ ഈ ഒരു ലോകത്തു നിന്നും നമ്മൾ മൂന്നാമത്തെ സെഷനിലേക്ക് പോവുകയാണ്. അവിടെ നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. അതേ നോക്കി നമ്മുടെ ഈ മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് മക്കാവോസിൻ്റെയും അതുപോലെ തന്നെ ഗ്രേ പാരറ്റ്, ആമസോൺ പാരറ്റ്, ഇവരുടെയൊക്കെ ഒരു ലോകമാണ് നമ്മുടെ ഈ മൂന്നാമത്തെ സെഷൻ. നമ്മുടെ ഈ മക്കാവോസ് പൊതുവെ ഇച്ചിരി നാടൻ കുണികളാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം കഴിഞ്ഞ 2 സെഷനിലും ഭയങ്കര ആക്റ്റീവായിട്ട് കലബിലെ സൗണ്ടൊക്കെ ഇട്ട് അങ്ങനെയുള്ള ബേർഡ്സ് ആയിരുന്നു അതിൽ ഫുള്ള്. പക്ഷെ ഇങ്ങടേക്ക് വന്നപ്പോൾ എന്താ പറയുക ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അതുപോലെ നമ്മുടെ ഈ മക്കാവോസിന് ഇവർ ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. റിച്ചു, റിയോ എന്നൊക്കെ കുറേ വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് അത് നമ്മുടെ ഈ മക്കാവോൻ്റെ പേര് റിയോ എന്നാണ് കേട്ടോ. നമ്മുടെ ഈ മക്കാവോസിൻ്റെ ഇവിടുത്തെ ഫുഡിൻ്റെ രീതികളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ടും സീഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ വാട്ടർ മെലന്, അതുപോലെ തന്നെ ആപ്പിൾ, ഷമാം, ഇതൊക്കെയാണ് കേട്ടോ ഇവർക്ക് മെയിനായിട്ട് കൊടുക്കുക. പിന്നെ സിർലാക്ക് പോലെയുള്ള ചെറിയ ബേബി ഫുഡ് ഐറ്റംസും ഒക്കെ ഇവർക്ക് കൊടുക്കാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏകദേശം 70 മുതൽ 80 വയസ്സ് വരെയാണ് മക്കാവോസിൻ്റെ ഒരു ശരാശരി ആയുസ് എന്ന് പറയാം. കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണശീലവും അതുപോലെ തന്നെ പരിപാലനവും ഒക്കെ ആവശ്യമുള്ള ഒരു പാരറ്റാണ് നമ്മുടെ ഈ ഒരു മക്കാവോസ്. കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണശീലങ്ങളൊക്കെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ അവരുടെ ആ ഒരു ഭംഗിയുള്ള തൂവലുകളൊക്കെ ഇല്ലേ, അതൊക്കെ അതിൻ്റെ ഭംഗി പോകാതെ യാതൊരുവിധ അസുഖങ്ങളും ഒന്നും വരാതെ ഈ തത്തകൾ ജീവിക്കുമെന്നാണ് പറയുക.
ഇപ്പോൾ ഈ ഒരു മക്കാവോന് എൻ്റെ തോളത്ത് വെച്ചപ്പോൾ തന്നെ ഇച്ചിരി വെയിറ്റ് ഫീൽ ചെയ്യും. ഒരുപാട് വെയിറ്റ് ഒന്നും അല്ല കേട്ടോ, കുറച്ച് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് സാധാരണ പക്ഷികളെ അപേക്ഷിച്ചിട്ട് മക്കാവോസിന് കുറച്ചും കൂടി ശരീര വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവർ കൂടുതലും നൽകേണ്ടതെന്നാണ് പറയുക. മാത്രമല്ല അത്യാവശ്യം ജലാംശമുള്ള രീതിയിൽ എപ്പോഴും ഇവയ്ക്ക് ഭക്ഷണം നൽകാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഇരിക്കുന്ന ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലൂ ഷെയ്ഡിലുള്ള മക്കാവോൻ്റെ പേരെന്ന് പറയുന്നത് റിച്ചു എന്നാണ് കേട്ടോ ഇവർ വിളിക്കുക. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഗ്രേ പാരറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും കളർഫുള്ളായിട്ടുള്ള മക്കാവോസിൻ്റെ ഇടയ്ക്ക് പാവം ഈ ഗ്രേ പാരറ്റിന് ശ്രദ്ധ കിട്ടാതെ പോകുന്നതോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും മക്കാവോസിൻ്റെ കാഴ്ചകളും ഗ്രേ പാരറ്റും ആമസോൺ പാരറ്റും ഒക്കെ കൂടി നല്ല ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. അപ്പോൾ ഈ വിഷ്വലി കാണുന്ന ഈ ചാടി പോകുന്ന ഈ ഒരു മക്കാവോ എന്ന് പറയുന്നത് നമ്മുടെ യെല്ലോ ആൻഡ് ബ്ലൂ മക്കാവോ കാറ്റഗറി പെടുന്നതാണ് കേട്ടോ. മക്കാവോൻ്റെ തന്നെ കുറേ കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള റെഡ് ആൻഡ് ഗ്രീൻ മക്കാവോ, അതുപോലെ തന്നെ ഗ്രേറ്റ് ഗ്രീൻ മക്കാവോസ്, മിലിറ്ററി മക്കാവോ, റെഡ് ഷോൾഡർ മക്കാവോ, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവർ. അപ്പോൾ എന്തായാലും ഫൈനലായിട്ട് നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കിട്ടിയിട്ടുള്ള ഒരു വിഷ്വൽ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ 3 മക്കാവോസും കൂടെ ഒരു ഫ്രെയിമിൽ വന്നിട്ടുള്ള ഒരു കിടിലൻ വിഷ്വലാണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മൂന്നാമത്തെ സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത്, അതായത് ലാസ്റ്റത്തെ സെഷനിലേക്ക് പോവുകയാണ്. ഇത് ഒരു 1.5 സെഷൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള മനോജ് ചേട്ടനും കുടുംബം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനോജ് ചേട്ടൻ്റെ മുകളിൽ നന്ദനക്കുട്ടിയാണ് ഈ പാമ്പിനെ എടുത്തിരിക്കുന്ന ആൾ. എന്തായാലും അത്യാവശ്യം ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കില്ല. എന്തായാലും മോളുടെ ആ ഒരു ധൈര്യത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന പാമ്പെന്ന് പറയുന്നത് ബോൾ പൈത്തനാണ് കേട്ടോ. അതായത് മലമ്പാമ്പ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വിഷമില്ലാത്ത ടൈപ്പ് പാമ്പാണിത്. കാര്യം പറഞ്ഞാൽ എടുക്കാൻ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോൾ പൈത്തിന് കൂട്ടായിട്ട് ഇവിടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് റെഡ് ടെയിൽഡ് ബോവ എന്നാണ്. എന്തായാലും ആൾ നമ്മുടെ ബോൾ പൈത്തിനെക്കാട്ടിലും കുറച്ചും കൂടി സൈസാണ് കേട്ടോ, കുറച്ചും കൂടി നീളവും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇത് കുറച്ചും കൂടി മൂവിങ് ആയിട്ടുള്ളൊരു പാമ്പാണേ. മോൻ ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായത് ഇയാളെയാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ മർമോസെറ്റ് മങ്കി സ്പീഷീസിൽ പെട്ടിട്ടുള്ള മങ്കിയാണ് കേട്ടോ. വേൾഡിൽ തന്നെ ഏറ്റവും ചെറിയ മങ്കികളിൽ സെക്കൻഡ് പൊസിഷനിലുള്ള ആളാണ് ദേ കിടക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞൻ കുരങ്ങ് നമ്മുടെ നാട്ടുകാരനൊന്നും അല്ല കേട്ടോ. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദിക്കരയിലെ മഴക്കാടുകളാണ് ഇവരുടെ ജന്മനാട്. എങ്കിലും ഇന്ന് മിക്ക രാജ്യങ്ങളിലും ഇവരെ പെറ്റ്സ് ആയിട്ടൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ.
ഇതാ ഈ കാണുന്ന ആളാണ് ടെഗു. ആള് അർജന്റീനക്കാരനാണ് കേട്ടോ. നമ്മുടെ ക്രൊക്കഡൈലിന്റെ ഒരു കാറ്റഗറിയാണ്. ഇവിടെ ബാക്കി എല്ലാവരും വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെഗു മാത്രം നോൺ വെജ് ആണ്. ആളുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ചിക്കന്റെ ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആണ് കേട്ടോ. ആള് കാഴ്ചയിൽ കുറച്ച് പേടിയൊക്കെ തോന്നുമെങ്കിലും ആളൊരു പഞ്ചപാവമാണേ. ഇതാണ് ഇഗ്വാന. ആള് പെട്ടെന്ന് അടുക്കുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. ആളുടെ മെയിൻ ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് ചീര, അതുപോലെ തന്നെ മല്ലിയില, ചെമ്പരത്തിയുടെ ഇല, പൂവ്, മത്തൻ, ക്യാരറ്റ് ഇതൊക്കെയാണ് കേട്ടോ. ആള് കംപ്ലീറ്റ് ആയിട്ടും സസ്യബുക്കാണ്. കാഴ്ചയിൽ ശരിക്കും നമുക്കൊരു കൊച്ചു ദിനോസറാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ കൗതുകകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും PQ എക്സോട്ടിക് ബേർഡ് പാർക്കിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.